നമസ്കാരം. കോൺഗ്രസ്സിലൊരു നന്മമരമുണ്ട്. അതിൻ്റെ ചോട്ടിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും തണലേകി അല്പം കാറ്റുകൊടുത്ത് ശുദ്ധവായു ശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നിലനിന്ന് പോരുന്ന ഒരു നന്മമരം. ആ നന്മമരത്തിന് ഇപ്പോൾ ഈ യുഗത്തിലിട്ട പേരാണ് വി ഡി സതീശൻ എന്ന് നമുക്കറിയാം. വി ഡി സതീശനെ പോലെ സംശുദ്ധ രാഷ്ട്രീയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാൾ ഇല്ല. പാർട്ടിയിൽ വിഭാഗീയതയില്ല. കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെ യാതൊരു വിഭാഗീയതയുമില്ല, ഒരു തർക്കവുമില്ല. ഞങ്ങളെല്ലാവരും ഒന്നാണ്. ഈ പറയുന്ന വേറെ ആരുമല്ല, കെ സുധാകരൻ എന്ന KPCC അധ്യക്ഷനാണ്. സുധാകരേട്ടന് ഇതെന്ത് പറ്റി എന്ന് ചിന്തിക്കാൻ വരട്ടെ. കാര്യം എന്താണ്? പൊതുജനത്തിനോട് പറയണം, ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. അപ്പോൾ ഉടനെ ഒരു കുരുപ്പ് പിടിച്ച ഒരാൾ ചോദിച്ചു, അപ്പോൾ ചെന്നിത്തല മുഖ്യമന്ത്രി ആകുന്നതിൽ എന്തെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ചെന്നിത്തലയ്ക്ക് യാതൊരു അയോഗ്യതയും മുഖ്യമന്ത്രിയാകാൻ ഇല്ലത്രേ, അയാളും യോഗ്യനാണ്. അപ്പോൾ KSO ഞാനും യോഗ്യനാണ്. അപ്പോൾ പിന്നെ KC വേണുഗോപാലോ KCയും യോഗ്യനാണ്. അപ്പോൾ K മുരളീധരനോ K മുരളീധരനും യോഗ്യനാണ്. ആരാണ് ഇനി മുഖ്യമന്ത്രിയാവുക? അതെ, ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ഇതുവരെ ചർച്ചയൊന്നും നടത്തിയിട്ടില്ല. അങ്ങനെ ചർച്ച എന്തെങ്കിലും നടത്തി ആ ചർച്ചയിൽ നിന്നുണ്ടാകുന്ന ഒരു ഫലമായിരിക്കും അന്തിമ ഫലം. അല്ലാതെ ഇതുമായി അധികാരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് യാതൊരു വടംവലിയില്ല കേട്ടോ. ആര് പറഞ്ഞു? KS, അതായത് K സുധാകരൻ. കാരണം എന്താണ്? ഞങ്ങൾ തമ്മിൽ വലിയ സ്നേഹത്തിലാണ്. ഈ സ്നേഹം എന്ന് മുതലാ തുടങ്ങിയത് എന്ന് മാത്രമേ ഉള്ളൂ പത്രക്കാർക്ക് സംശയം. അതായത് വി ഡി സതീശൻ പ്രേമം എന്ന് തുടങ്ങി. വി ഡി സതീശനെ ഒരു നന്മപരമായി പ്രഖ്യാപിക്കാൻ എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? അത് നമുക്കറിയണം. അതിന് കാരണഭൂതനായി മാറിയതൊരു ഭൂതം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ സാമുദായിക നേതാവാണ്, പേരിൽ മാത്രം സാമുദായിക നേതാവ്. അതവിടെ നിൽക്കട്ടെ. ആ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം വി ഡി സതീശനെ വലിച്ചു കീറി ഭിത്തിയെ കയറ്റി. എന്താ പറയുക, ഇതുപോലൊരു വൃത്തികെട്ട തറ നേതാവാണ് വി ഡി സതീശൻ. പലപ്പോഴും പലരും പറയാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞെങ്കിലും വെള്ളാപ്പള്ളിയോളം ഭാഷാ സംസ്കാരം നമുക്ക് അത്ര കുറവല്ലാത്തതിനാൽ നമ്മൾ ആരും ആ വാക്ക് ഉപയോഗിച്ചില്ല. പകരം വെള്ളാപ്പള്ളി അത് ഉപയോഗിച്ചു എന്ന് മാത്രം. ഈ തറവിളി കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊരു വലിയ തെറിവിളിയാണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് K സുധാകരനും വാലറ്റം പിടിച്ചെത്തി. പലരും പറഞ്ഞു അങ്ങനെയൊന്നും അല്ല, രമേശ് ചെന്നിത്തല പക്ഷേ വലിയ കാര്യമായിട്ട് മിണ്ടിയൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. അപ്പം ചെന്നിത്തലയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡയലോഗ് വി ഡി സതീശനെതിരെ അടിച്ചത്. വി ഡി സതീശൻ കഴിവുറ്റ നേതാവാണ്. വി ഡി സതീശൻ ഈ പറയുന്ന പോലെ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഒരാളാണ്. അതുകൊണ്ടാണല്ലോ, ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം എന്തായി മാറിയത്, പ്രതിപക്ഷ നേതാവായത്. ഇവിടെ വി ഡി സതീശൻ്റെ കാര്യം ഭയങ്കര കോമഡിയാണ്. വി ഡി സതീശനും കൂട്ടരും, അതായത് UDFും എവിടെയൊക്കെ സമരം ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഈ നാട്ടിൽ വിജയിച്ചിട്ടുമുണ്ട്. സമരമല്ല വിജയിച്ചത്, അവർ ഏത് പദ്ധതിക്കെതിരായിട്ടാണോ സമരം പ്രഖ്യാപിച്ചത് ആ പദ്ധതിയെല്ലാം കേരളത്തിൽ നടപ്പിലായിട്ടുമുണ്ട്. നമുക്കറിയാവുന്ന പോലെ വിഴിഞ്ഞം സമരം നടത്തിയതാര്? UDF സമരം നടത്തി. എന്നിട്ട് ആ പദ്ധതി വന്നില്ലേ? വന്നു. ഗെയിൽ വാതക പൈപ്പ് ലൈൻ വന്നില്ലേ? വന്നു. ഗെയിലിനെതിരെ CPM അക്കാലത്ത് സമരം ചെയ്തിരുന്നു. പക്ഷെ അന്ന് വിജയിച്ചത് സമരമായിരുന്നു. കാര്യം എന്താ? അന്ന് ഇന്നത്തെ പോലെ നിശ്ചയദാർഢ്യമുള്ള അല്ലെങ്കിൽ ഒരു പദ്ധതി ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കണം എന്ന ചിന്താഗതിയുള്ള ഒരു സർക്കാർ ആയിരുന്നില്ല. പ്രതിപക്ഷത്തിൻ്റെ മൂക്കിൻ തുമ്പിൽ വിയർപ്പ് വന്നാൽ ഉടൻ തന്നെ ഉമ്മൻചാണ്ടി അതിൽ നിന്ന് പിൻവലിയുന്ന ഒരു സമീപനം. ഉമ്മൻചാണ്ടി ഒരു ഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ പിടിച്ചു നിന്നത്. അതൊരു 1-2 ദിവസം മാത്രം. എന്നാണെന്നറിയാമോ? ഇവിടെ സെക്രട്ടേറിയറ്റ് വളയൽ സമരം CPM സംഘടിപ്പിച്ചപ്പോൾ ആ ഒരു സമയത്ത് മാത്രമാണ് ഉശിരോടുകൂടി നിന്നത്. കാര്യം എന്താ? CPM സമരം പിൻവലിച്ചു. അത് ഒത്തുകളിയാണ് എന്നുള്ളത്. ആ സമയത്ത് തന്നെ ഉമ്മൻചാണ്ടി വന്നിരുന്നുകൊണ്ട് ലാവലിൻ കേസിൽ CBIയുടെ ഡയറി കുറിപ്പുകൾ വായിച്ചു. ആ ഡയറി കുറിപ്പ് വായിച്ചു കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ സ്വാഭാവികമായും ലാവലിൻ കേസിൽ പ്രതിയല്ല എന്നുള്ള നിലയിലേക്ക് വന്നു. അതോടുകൂടി സമരവും പിൻവലിക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നതല്ല എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ല, അതായത് വി ഡി സതീശൻ തറ നേതാവാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരും അത് സഹിക്കില്ല, വെച്ച് പൊറുപ്പിക്കില്ല. K സുധാകരൻ പറയുന്നതാണ്. തറ എന്ന് മാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതെങ്കിൽ K സുധാകരൻ വി ഡി സതീശനെ കുറിച്ച് പറഞ്ഞ എന്താണ് എന്ന് നമുക്കറിയാം. മാധ്യമങ്ങളുടെ ക്യാമറകളും മൈക്കുമെല്ലാം ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വേദിയിൽ ഇരുന്നു കൊണ്ട് ആലപ്പുഴയിൽ സമരാഗ്നി എത്തിയപ്പോൾ അന്ന് പറഞ്ഞത് എന്താണ് എന്നുള്ളത് നമുക്കറിയാം. അന്ന് ഉപയോഗിച്ച വാക്കുകൾ ഒരുപക്ഷെ പൊളിറ്റിക്കലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ഒരു മാധ്യമത്തിൻ്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് പറയാൻ കഴിയുന്ന വാക്കുകളായിരുന്നില്ല അന്ന് K സുധാകരൻ പറഞ്ഞത്. അന്ന് മുതൽ ഇന്ന് വരെ വി ഡി സതീശനും കെ സുധാകരനും തമ്മിൽ പരസ്പരം കണ്ടാൽ ബഹളമാണ്.
അന്ന് വി ഡി സതീശൻ വളിച്ച ചിരിയുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറഞ്ഞ എന്താ, ഞങ്ങൾ തമ്മിലുള്ള ചേട്ടനും അനിയനും തമ്മിലുള്ള ബന്ധം പോലെയാണ്, ഞങ്ങൾ തമ്മിൽ സഹോദര ബന്ധമാണ്, ഒരു ജ്യേഷ്ഠ സഹോദരൻ അങ്ങനെയൊക്കെ പറയും. ഞങ്ങൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രീതിയിലാണ് സംബോധന ചെയ്യാറുള്ളത്. കൊള്ളാം, നല്ല സംസ്കാരം. രാഷ്ട്രീയ നേതാക്കൾ നിങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറില്ലേ എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. ശരിയാണ്, വലിയ സൗഹൃദമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ചിലപ്പോൾ സുഹൃത്തുക്കളെ ആ രീതി വിളിച്ചെന്നിരിക്കും. ഇതൊരു സ്വകാര്യതയിലല്ലല്ലോ സംഭവം നടക്കുന്നത്. ആലപ്പുഴയിലെ DCC അംഗങ്ങൾ, DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇരിക്കുന്ന ഷാനിമോൾ ഉസ്മാനെ പോലെ മൈക്കുണ്ടെന്ന് വിളിച്ചു പറയാൻ ചങ്കുറപ്പുള്ള ഒരു വനിതാ നേതാവ് ഒപ്പം ഇരിക്കുന്ന ആ സാഹചര്യത്തിലാണ് ഈ പറയുന്ന കെ സുധാകരൻ വി ഡി സതീശനെ കുറിച്ച് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അന്ന് തുടങ്ങി അന്ന് മനസ്സിലായി ഇവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആ ഊഷ്മളത. അതൊരു ചേട്ടാനിയ ബന്ധം തന്നെയാണ്, അല്ലെങ്കിൽ നല്ല സൗഹൃദത്തിൽ വിളിച്ച വിളിയാണ് എന്നുള്ളത് കേട്ടിരുന്നവർക്ക് മനസ്സിലായി. കാരണം അതിനു മുമ്പ് അനുഭവമുണ്ടല്ലോ, മൈക്ക് തട്ടിപ്പറിച്ചുകൊണ്ട് പോയത്. മൈക്ക് ഇങ്ങനെ കൊച്ചുകുട്ടികൾ മണ്ണ് വാരി കൂട്ടുന്ന പോലെ, കളിപ്പാട്ടം വാരി കൂട്ടുന്ന പോലെ രണ്ട് കൈ കൊണ്ടും കൂട്ടിയെടുത്തുകൊണ്ട് പോയ ആൾക്കാരാണല്ലോ വി ഡി സതീശനും. അത് നമുക്ക് ഓർമ്മയില്ലേ? ഞാൻ പറയും, അല്ല നീ പറ, അല്ല ഞാൻ പറയും, അല്ല നീ പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും തമ്മിൽ തർക്കമുണ്ടായ ഒരു സാഹചര്യം അത് നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ഇപ്പോൾ പറയുകയാണ്, ഞങ്ങളുടെ ഉന്നതനായ വി ഡി സതീശൻ എന്ന് പറയുന്ന നന്മ മരത്തെ ആരെങ്കിലും അധിക്ഷേപിച്ചാൽ ഞങ്ങൾക്കാർക്കും സഹിക്കില്ല. പിന്നെ വെള്ളാപ്പള്ളി ഒരു സാമുദായിക നേതാവ് എന്നുള്ള നിലയിൽ ഒരു പൗരനാണ്. അതോടൊപ്പം അതുകൊണ്ട് ആ പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇതിലും സംസ്കാരം കുറഞ്ഞതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അവർക്ക് പുള്ളിക്കാരന് ചെന്നിത്തലയോടാണ് താല്പര്യം. ആർക്ക്? വെള്ളാപ്പള്ളിക്ക്. കാര്യം വെള്ളാപ്പള്ളി ചെന്നിത്തല അവിടെ NSSന്റെ പെരുന്നയിൽ പോയി കാല് തിരുമുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം എന്താ, ഇത് തെരഞ്ഞെടുപ്പ് വന്നു കഴിയുമ്പോഴത്തേക്ക് രമേശ് ചെന്നിത്തല കാല് തിരുമൽ പ്രക്രിയയുമായി കേരളം ഒട്ടുക്ക് സഞ്ചരിക്കും. അങ്ങനെ തൻ്റെ കാലും വന്ന് തിരുമിത്തരുമെന്ന് വെള്ളാപ്പള്ളി നടേശനും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് രമേശ് ചെന്നിത്തല കൊള്ളാം, നല്ല ആളാണ് എന്ന് പറഞ്ഞു വരുത്തുകയാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി ചെയ്തത്. തൻ്റെ കാല് തിരുമുന്നവരാണ് ഏറ്റവും മഹത്തായ അല്ലെങ്കിൽ ഏറ്റവും നല്ല പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രവർത്തകരെന്ന് വിശ്വസിക്കുന്ന ഒരു ശുംഭൻ പോഴനാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ കാര്യം നമുക്കറിയാം, ഈ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതല്ലേ, ഞങ്ങൾ പിന്തുണ കൊടുക്കില്ല. കാര്യം എന്താ, രമ്യ ഹരിദാസ് കാണാൻ വന്നില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ കാണാൻ വന്നില്ല, അപ്പോൾ വരട്ടെ എന്ന് ചോദിച്ചു. വേണ്ട, ഇല്ലേ, ഏതൊരു സിനിമയ്ക്ക് അത് ജഗതി പറയുന്നില്ല, വേണ്ട വേണ്ട വേണ്ട. ഇത് തന്നെയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ഇരുന്നുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അവിടെ. അപ്പം പറഞ്ഞു വരുന്നത്, ഇവിടെ ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ തമ്മിൽ യാതൊരു വടംവലിയും ഇല്ലത്രേ. അതായത് കെ സുധാകരൻ പറയുകയാണ്, ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് വിജയിച്ചാൽ അല്ലെങ്കിൽ വിജയിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനു മുമ്പ് അധികാരത്തിൽ ഇരുന്നിട്ടുണ്ട്, ഞങ്ങൾ വിജയിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ ഞങ്ങൾ അടുത്ത ഭരണത്തിലേക്ക് കയറാൻ പോകുന്നു 2026 ഞങ്ങൾ അടുത്ത ഭരണത്തിലേക്ക് കയറാൻ പോകുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു തർക്കമേ ഇല്ല. ഇപ്പോഴേ UDF തീരുമാനിച്ചു അവരാ വിജയിക്കുന്നതെന്ന്. ഇനി അടുത്ത ഭരണം അവർക്ക് തന്നെയാണ് എന്ന് UDF ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോഴേക്കും ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ തർക്കമുണ്ട് എന്ന് പറഞ്ഞു പരത്താൻ ശ്രമിക്കുകയാണ്. തർക്കമില്ലാഞ്ഞിട്ടാണോ തർക്കമുണ്ടെന്ന് പറയുന്നത്? ഈ പറയുന്ന വി ഡി സതീശൻ എന്താണ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്? കെ സുധാകരൻ എന്തുകൊണ്ടാണ് KPCC ഓഫീസിൽ ഇരുന്ന് കരയേണ്ടി വന്നത്? എന്തുകൊണ്ടാണ്? KC വേണുഗോപാലിനെടുക്ക നാഴികയ്ക്ക് 40 വട്ടം കെ സുധാകരനെതിരെ പരാതിയുമായി വി ഡി സതീശൻ പോയതെന്തിനാണ്? ഇതൊക്കെ കെ സുധാകരൻ ഓർത്തുകൊണ്ട് വേണമായിരുന്നു ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തേണ്ടിയിരുന്നത് എന്നുകൂടി വെറുതെ ഒന്ന് ഓർമ്മിപ്പിച്ചു പോകുന്നു.